ക്ഷേത്രം വളരെ പുരാതനമായ ക്ഷേത്രവും പൊങ്കാലയിടുന്നതിന് വളരെയധികം പ്രാധാന്യമുള്ള ക്ഷേത്രവും കൂടെയാണ്. പൊങ്കാലയിടാൻ വരുന്നവർ ദേവീ ദർശനം നടത്തിയതിന് ശേഷം ദേവിയുടെ കുങ്കുമം ധരിച്ചത് കൊണ്ട് വേണം പൊങ്കാലയിടുവാൻ ചെയ്യേണ്ടത്. എള്ളെണ്ണ, വെളിച്ചെണ്ണ എന്നിവ ഉപയോഗിച്ചും വിളക്ക് തെളിയിച്ചുകൊണ്ട് പൊങ്കാലയിടാവുന്നതാണ്. നെയ്വിളക്ക് നേത്രരോഗങ്ങൾ ശമിക്കുന്നതിനും എള്ളെണ്ണ നീരാഞ്ജനം ശനിദോഷങ്ങൾ മാറുന്നതിനും വളരെയധികം ഗുണങ്ങൾ നൽകുന്നതാണ്. ചുവന്ന പൂക്കൾ ദേവിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. കൂടാതെ ശർക്കര, പഞ്ചസാര, നാണയങ്ങൾ എന്നിവ കൊണ്ട് തുലാഭാരം ദേവിക്ക് സമർപ്പിക്കുന്നതും വളരെയധികം ഗുണങ്ങൾ നൽകുന്നതാണ്. പൊങ്കാല നിവേദ്യം പല രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളച്ചോറ്, പായസം, കടും പായസം, കട്ടിപ്പായസം തുടങ്ങിയവയും അട, മണ്ടപ്പുറ്റ്, തെരളി എന്നീ ആഹാരപദാർത്ഥങ്ങൾ ഉണ്ടാക്കിയും ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. എല്ലാവിധ ശിരോരോഗങ്ങൾക്കും മണ്ടപ്പുറ്റ് വളരെയധികം പ്രാധാന്യം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ദേവിയുടെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കാനായി മനസ്സർപ്പിച്ചുകൊണ്ട് പൊങ്കാല സമർപ്പിക്കുന്നത് എല്ലാവിധ നിങ്ങളുടെ ദുരിതങ്ങൾ മാറുന്നതിനും ജീവിതത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകുന്നതിനും വളരെയധികം ഉത്തമമാണ് ആറ്റുകാലിൽ പൊങ്കാല ഇടുക എന്നത്. ദേവിയുടെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കുവാൻ ഏറ്റവും നല്ല ഉപായമാണിത്. എല്ലാവരും ഇതേ രീതിയിൽ ചെയ്യുക.